എൻ്റെ പേര് ക്രിസ്റ്റോ. ഞാൻ വരുന്നത് മുട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, കുട്ടനാട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വരുമ്പോൾ ഞാൻ +2 ഫെയിലായ ഒരാളാണ്. പക്ഷേ എനിക്ക് നേരത്തെ മുതലേ വിദേശ രാജ്യത്ത് പോകണം, അതുപോലെ ഇംഗ്ലീഷ് സിനിമകൾ ഒക്കെ കാണുമ്പോൾ എനിക്കിവിടെയൊക്കെ പോകണം. അതുപോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, സ്പെയിനിലെ സഗ്രാഡ ഫെമീലിയ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ഇതൊക്കെ കാണാമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കൊച്ചിലെ മൊത്തം എനിക്ക് ഇപ്പോൾ വിദേശ രാജ്യത്ത് പോയി അങ്ങനെയുള്ള ഒരു നാട്ടിൽ പോയി ജീവിച്ച് അവിടെ പഠിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരമൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റെഡിയായി. ഞാൻ +2 തീരാറായി. അത് കഴിഞ്ഞ് പരീക്ഷയുടെ സമയത്ത്, അപ്പോൾ കൊറോണ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ IELTS-ന് ജോയിൻ ചെയ്തു. ഞാൻ IELTS എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസത്തോളം എത്തിക്കാണും. അപ്പോഴാണ് +2-ൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫെയിലായി. അപ്പോൾ ഫെയിലായി കഴിഞ്ഞപ്പം എനിക്ക് പരീക്ഷ രണ്ട് വിഷയങ്ങളുടെ എഴുതണം. പിന്നെ എനിക്കിപ്പോൾ ഈ ട്യൂഷൻ എന്തെങ്കിലും എടുക്കണം. കാര്യം മാത്സ് എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ അതിന് മുമ്പോട്ട് വന്ന് അവൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഓൺലൈൻ വഴി എന്നെ ഒരു ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അതിൻ്റെ കൂടെ IELTS. അങ്ങനെ ഒരു ദിവസം എനിക്ക് അന്ന് റെസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഏറ്റവും റെസ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നുന്നു പഠിച്ച സമയം അതാ ജീവിതത്തിൽ. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും പരീക്ഷ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പം എനിക്ക് പോകാൻ പറ്റുന്ന അപ്പോൾ ഉക്രൈനിലെ യൂണിവേഴ്സിറ്റികളിൽ അവർ വലിയ റിക്വയർമെൻറ്റ്സ് ഒന്നും ചോദിക്കുന്നില്ലായിരുന്നു, മാർക്കൊന്നും അങ്ങനെ നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഉക്രൈനിൽ കീവിലും അതുപോലെ ഒഡേസ എന്ന് പറയുന്ന ഉക്രൈനിലെ സ്ഥലത്തും യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഉക്രൈനിൽ കീവിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്ത് ഞാൻ ഇതിനൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് വീണ്ടും റിസൾട്ട് വന്നു. ഞാൻ ഫെയിലായി. അപ്പോൾ ഫെയിലായി കഴിഞ്ഞ് പിന്നെ ഞാൻ ദൈവത്തോട് അടച്ചു ചേർത്താൽ എനിക്കിനിയും എനിക്ക് പോകണം, പക്ഷേ എനിക്ക് ഏത് രാജ്യത്തിനും പോകാൻ പറ്റും, നീ എന്നെ രാജ്യം ഒന്ന് കാണിച്ചു തരാം, ഞാനൊന്ന് നീ എനിക്ക് സ്വപ്നത്തിലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നു. അപ്പം അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ട ഇതാണ്, ഒരു മഴവില്ല്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കുട്ടനാടാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും പുറകിലും കണ്ടമാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഇതാണ്, ഞാൻ ജനലിക്ക് ഇരിക്കുന്നു, ഞാനും അമ്മയും എൻ്റെ ഒരു ആൻറ്റിയും വർത്താനം പറയുന്നു. അപ്പോൾ ഒരു മഴവില്ല് ഇങ്ങനെ 7 കളറുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മഴവില്ല് ഇങ്ങനെ കാണുന്നു. അപ്പോൾ അതിൽ ഗോൾഡൻ ക്ലൗഡ്സാണ്, ചെറുതായിട്ട് മഴ ഇങ്ങനെ വീഴുന്നുണ്ട്, പക്ഷെ നല്ല പ്രകാശമുണ്ട്. അപ്പോൾ അത് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാണ് ഞാൻ ഈ സ്വപ്നത്തിൻ്റെ കാര്യം ഓർക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു, ദൈവം ഈ സ്വപ്നം എനിക്ക് ഓർമ്മയിൽ നിൽക്കണം. സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാര്യം ഓർത്തു. അപ്പോൾ ഞാൻ ഇത് വെച്ച് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന മഴവില്ലുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയിലെ ഹവായി എന്ന് പറയുന്നൊരു ദ്വീപുണ്ട്. ലോകത്തെ ഏറ്റവും നന്നായിട്ട് മഴവില്ല് കാണാൻ പറ്റുന്ന അവിടെയാണ്, ഹവായി ദ്വീപിൽ. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും അവിടെ ആയിരിക്കും എൻ്റെ യൂണിവേഴ്സിറ്റി, ഞാനപ്പോൾ ഇനി അവിടെ നോക്കാം. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും എനിക്കിത് അങ്ങോട്ട് മനസ്സിലായില്ല എന്തായിരിക്കും മഴവില്ലിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഹവായിലെ യൂണിവേഴ്സിറ്റികളെല്ലാം എടുത്ത്, എനിക്ക് അമേരിക്കയിൽ സുഹൃത്തുക്കളുണ്ട്, അമേരിക്കക്കാരായിട്ടുള്ള സായിപ്പന്മാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ അവരോടും അപ്പോൾ അങ്ങനെ ഹവായിൽ എൻ്റെ മാച്ചിന് പറ്റിയ യൂണിവേഴ്സിറ്റികളൊന്നും ഞാൻ കണ്ടില്ല. ഉള്ളതിലൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ കോടികൾ പൈസയാവും. അപ്പം തന്നെയല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും എനിക്ക് അവിടെ കിട്ടിയില്ല. അപ്പം പിന്നെ ഓർത്ത് ഇത് എന്തായിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ബ്രിട്ടീഷുകാരി ഇങ്ങനെ ഈ മഴവില്ല് സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളൊരു സ്പിരിച്വലായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ദൈവമായിട്ടുള്ള പ്രോമിസുകൾ നിങ്ങൾ ഓർക്കാൻ, നിങ്ങളുടെ പ്രോമിസുകൾ ദൈവം ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ട് പിന്നെ ഞാൻ വിട്ടു. പക്ഷേ ഞാൻ ബോബി ജോസ് അച്ഛൻ്റെയും അതുപോലെ ഡാനിയൽ അച്ഛൻ്റെയും ഇതുപോലെ കൃപാസനത്തിലെയൊക്കെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും അപ്പനും പറയാതെ ചെയ്യുന്നൊരു കാര്യം പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം അവർ കുറേ നിർബന്ധിച്ചാലേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു ദിവസം ബോബി അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടി, ഞാൻ ഉറങ്ങുന്ന സമയത്താണ് കേട്ടത്. അപ്പോൾ കൈ തട്ടി വേറെ ഒരു ടോക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇനി ഇത് കേൾക്കാം. കാര്യം ഞാൻ ആദ്യം ഞാൻ വേറെ ഒരു ദിവസം കേട്ടായിരുന്നു. അപ്പോൾ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ അച്ഛനും ഈ മഴവില്ലിനെ കുറിച്ച് ഇതാണ് പറയുന്നത്. മഴവില്ലിന് നിങ്ങൾ എന്തൊക്കെ അർത്ഥം അതിൻ്റെ മേളിൽ ചായച്ചു കൊടുത്താലും അതിന് ഉള്ള ഒരർത്ഥം ഇതാണ്, പ്രതീക്ഷ. നിങ്ങളുടെ ദൈവമായിട്ടുള്ള നിങ്ങളുടെ ഉടമ്പടികൾ, പ്രതീക്ഷ, അത് നിങ്ങൾ കൈവിടരുത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ +2 ഞാൻ ഓപ്പൺ സ്കൂളിങ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തു, കഴിഞ്ഞ വർഷം കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. +2 എനിക്കില്ല. പിന്നെ കുറച്ച് പരിഹാസവും ഇതൊക്കെ ആയിരുന്നു എനിക്കാകെ ഉള്ളത്. ഇവിടെ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ബൈബിളിലൊരു സംഭവമുണ്ട്, ഹന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഒരു മക്കളില്ലാത്ത വിഷമത്തിന് ഹന്ന പോയി പള്ളിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയോട് പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഹന്നയുടെ വിഷമം പറയും. പക്ഷേ
കുറച്ച് ആ ബൈബിളിൽ തുടർന്ന് വായിക്കുമ്പോൾ ബൈബിളുണ്ട്, കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഹന്ന ദേവാലയത്തിലൂടെ തിരിച്ചു വരുമ്പം ഹന്ന എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് ഹന്നയുടെ കൂടെയുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഞാനിന്ന് വരുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി അന്ന് പ്രാർത്ഥിച്ചോ അതിപ്പോൾ എൻ്റെ കൂടെയുണ്ട്, ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കതിൻ്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ അതുണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഞാൻ ഈ +2 പാസ്സാവണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലൊക്കെ ഞാൻ ആദ്യമൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം അവരൊന്നും അത്ര സപ്പോർട്ടല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാടിനോടും ആൾക്കാരോടും ഒക്കെ വലിയ എതിർപ്പായിരുന്നു. കാര്യം ആൾക്കാരൊന്നും സപ്പോർട്ടല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അമേരിക്കയിലൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഇവരെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ +2 ഫെയിലായ കാര്യം എൻ്റെ ബ്രസീലിലെയും US ലാസ് വേഗാസിൽ എനിക്ക് ആൻറ്റി മാർലറ്റ് എന്ന് പറയുന്നൊരു കൂട്ടുകാരനുണ്ട്, 52 വയസ്സ് പ്രായമുള്ള ആൾ. അദ്ദേഹത്തോടൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടിങ്ങാണ്, എനർജി തരുന്നവരാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്താണ് ഇങ്ങനെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഈ +2 ഫെയിലായി കഴിഞ്ഞാണ് എനിക്ക് ഇവിടെയുള്ള ആളുകളോട് ഇഷ്ടം തുടങ്ങി. +2 ഫെയിലായി ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുമ്പസാരമൊന്നും അത്ര നന്നായിട്ട് ചെയ്യില്ലായിരുന്നു. കാര്യം ഒരവസരം കിട്ടിയാൽ ഞാൻ പോയി കുമ്പസാരിക്കും, അത്രേ ഉള്ളൂ. കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ എൻ്റെ വിചാരം അനുസരിച്ച്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ കുമ്പസാരിക്കും, അങ്ങനെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ബോധ്യമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നെ ബൈബിൾ ഞാൻ റീഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഫിലിസ്തീയർ വാഗ്ദാന പേടകം കട്ടെടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവമുണ്ട് ബൈബിളിൽ. അപ്പോൾ ഈ ഫിലിസ്തീയർ അലക്ഷ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധ സാന്നിധ്യത്തെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ദുരിതങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ കുമ്പസാരിക്കാതെ ദൈവത്തെ സ്വീകരിക്കുന്നത് എത്രത്തോളം സീരിയസ് ആയ ഒരു വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഓർക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. കുമ്പസാരിക്കാൻ ഞാൻ ആദ്യം ഇവിടെ ചെയ്യണമല്ലോ എന്നോർത്ത് തുടങ്ങിയത്. കാര്യം എനിക്ക് എപ്പോഴും കുമ്പസാരിക്കുന്നതിനോട് ആദ്യമൊന്നും അത്ര യോജിപ്പില്ലായിരുന്നു. ഞാൻ ഓർത്ത് എന്തിനാണ് എപ്പോഴും ഈ കുമ്പസാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തോന്നും, എൻ്റെ പള്ളിയിൽ ഇല്ലെങ്കിൽ ദൂരെയുള്ള ഒരു പള്ളിയിൽ പോയി കുമ്പസാരിക്കണം. അതിനുള്ള ഇനിഷ്യേറ്റീവ് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും, മഴയാണെങ്കിലും ഇടിയുണ്ടെങ്കിലും വണ്ടിയിലാണെങ്കിലും വണ്ടി ഇല്ലെങ്കിലും ബസ് കയറി 2-3 ബസ്സൊക്കെ കയറി പോകേണ്ടടുത്ത് പോയി കുമ്പസാരിക്കും. അപ്പോൾ അത് ചെയ്തപ്പോൾ ഉള്ള മാറ്റങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ +2 ഇവിടെ ഞാൻ അതിനുശേഷം ഓപ്പൺ സ്കൂളിംഗ് ചെയ്തു. +2ൻ്റെ എല്ലാം ക്ലിയറായി. പിന്നെ ഞാൻ IELTS ഞാൻ പറഞ്ഞല്ലോ, ആദ്യം IELTS കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. അത് ഞാൻ 15-18 ദിവസം മര്യാദയ്ക്ക് എനിക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ചെയ്യാനുള്ള പണം അത്ര ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തെന്ന ഓൺലൈൻ വഴി ഇനി IELTS ചെയ്യാം. കാര്യം യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യം, ഗൂഗിൾ ആർട്ടിക്കിളിലും ഒക്കെ ഒരുപാട് കാര്യം അവൈലബിൾ ആണല്ലോ. അത് വെച്ച് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ച് എനിക്ക് ഇംഗ്ലീഷാണ് എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബ്രസീലിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോ പ്ലസീനോ എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹം പറയും, ക്രിസ്റ്റോ ഇത് ഇങ്ങനെയല്ല, ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ ഇയാളോട് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇയാൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അവിടുത്തെ ബ്രസീലിലെ ഭാഷ പോർച്ചുഗീസും സ്പാനിഷും അങ്ങനെ പല ഭാഷകളാണ്. ഇയാൾ പോർച്ചുഗീസുകാരനാണ്. ഇയാളുടെ മുത്തച്ഛനൊക്കെ ഈ നാട്ടിലേക്ക് കുടിയേറിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇദ്ദേഹം കാനഡയിൽ പോയി ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി. അതിന് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ മുമ്പോട്ട് വന്ന് ഞാൻ ആലോചിക്കും, ലോകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനായ അയാൾ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ, അയാൾക്ക് എത്ര കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം സഹായിക്കുവാണ്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന് അയക്കുമ്പോൾ അതിൽ തെറ്റുണ്ട്, അത് ഉടനെ എന്നോട് പറയും, ക്രിസ്റ്റോ ഇത് ഇങ്ങനെ പറയുക, ഇങ്ങനെയാണിത് പറയേണ്ടത് ഈ സാഹചര്യത്തിൽ എന്നെനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാനങ്ങനെ IELTS ഒക്കെ ഓൺലൈൻ വഴി പഠിച്ചു. അത് എഴുതാൻ പോകുമ്പോഴും IELTSലെ എസ്സേകൾ പല ടൈപ്പാണ്. റൈറ്റിങ്ങിൽ എസ്സേകൾ പല ഡിസ്കഷനുണ്ട്, അതുപോലെ പല ടൈപ്പ് എസ്സേകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഡിസ്കഷനും അങ്ങനെ കുറച്ച് 2 ടൈപ്പ് എനിക്ക് വഴങ്ങുന്നുള്ളൂ, എൻ്റെ എഴുത്തിന് എനിക്ക് വഴങ്ങുള്ളൂ. മറ്റേതൊക്കെ ഞാൻ എഴുതി വരുമ്പോഴത്തേക്കും സമയം കഴിയും. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇതെങ്ങാനും വന്നില്ലെങ്കിൽ ഈ പൈസയും കൂടെ പോകും, പിന്നെ ആകെപ്പാടെ പ്രശ്നമാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ കളിയാക്കും അഥവാ തോറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓർത്ത്, അപ്പോൾ ഞാൻ പോയി അങ്ങ് എഴുതി. അപ്പോൾ ഞാൻ ബൈബിളിൽ വേറൊരു കാര്യം കണ്ട ഇതാണ്, ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ പോകുന്ന സമയത്ത് മോശയുടെ ദൈവം ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ മോശ പറയും, ഈ വടി കൊടുക്കും, ദൈവം ഉണങ്ങിയ വടിയാണ്, ആ വടി ദൈവത്തിന് കൊടുക്കും. അപ്പോൾ ഞാനതുപോലെ ഓർക്കുകയാണ്, എൻ്റെ ആകെപ്പാടെ ബ്രോക്കൺ ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ സ്കൂളിലൊക്കെ ഒരു പ്രസംഗത്തിന്
ഞാൻ കയറിയ സമയത്ത്. അപ്പോൾ എൻ്റെ ആക്സെൻറ്റ് വ്യത്യസ്തമാണ്, ഇന്ത്യൻ ആക്സെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഇത് തോന്നും വലിയ സംഭവം തോന്നും. പക്ഷേ എനിക്കറിയാം അതിൽ എത്രമാത്രം തെറ്റുണ്ടെന്ന് എനിക്കറിയാം. എഴുതുന്നതിൽ ഒരുപാട് തെറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇതറിഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ ആക്സെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ട് അത് മാത്രമല്ല നോക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്ന് പരീക്ഷയ്ക്ക് അപ്പോൾ ഇത് ഓർത്തു. എന്നിട്ട് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് കൊണ്ടാണ് ഞാൻ പോയത് പരീക്ഷ എഴുതാൻ. ഈ ഉണങ്ങിയ വടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ഉണങ്ങിയ വടി കൊണ്ടാണ് ഈ മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നത്. കടലിന് നേരെ ഈ വടി ദൈവം പറഞ്ഞനുസരിച്ച് നീട്ടുമ്പോഴാണ് കടൽ വിഭജിക്കുന്നത്, ഈ ശത്രുക്കൾ ഇവരുടെ മുമ്പിൽ നിന്ന് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ബ്രോക്കൺ ഇംഗ്ലീഷിനെ ദൈവം ബ്ലസ് ചെയ്തു. ദൈവം ബ്ലസ് ചെയ്തോട്ട് ഈ വടി കൊടുത്ത് ആ വടി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ കയ്യിലുള്ള ബ്രോക്കൺ ഇംഗ്ലീഷ് ഞാൻ ദൈവത്തിന് കൊടുത്തു. ദൈവം അത് ബ്ലസ് ചെയ്തു. ഇപ്പോൾ അപ്പോൾ അങ്ങനെ എനിക്ക് ആവശ്യത്തിനുള്ള സ്കോർ പരീക്ഷയിൽ നിന്ന് കിട്ടി. ഞാൻ റിസൾട്ട് വരുമ്പോഴും വിചാരിച്ച് ദൈവം എങ്ങാനും സ്കോർ ഇച്ചിരി കുറഞ്ഞു പോയ പണിയാവും. പക്ഷേ എല്ലാ ആവശ്യത്തിനുള്ള സ്കോർ കിട്ടി. പിന്നെ യൂണിവേഴ്സിറ്റി ആയിരുന്നു അടുത്ത ചാലഞ്ച്. അപ്പോൾ എനിക്ക് അമേരിക്കയാണ് ആദ്യം തൊട്ട് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അമേരിക്കയിൽ ഞാൻ ഓർത്ത് ദൈവം എനിക്ക് പോകണം. കാര്യം അവിടെ എനിക്ക് കാര്യം നല്ലതാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ നടന്നില്ലെങ്കിൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറ്റിയില്ലെങ്കിൽ ആ പോകുന്ന വെറുതെ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേര് അമേരിക്ക പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനൊരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് തരണം. അപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റി കെൻറ്റക്കിയിലാണ്. കെൻറ്റക്കി എന്ന് പറയുന്ന സംസ്ഥാനത്താണ്, അമേരിക്കയിലെ കെൻറ്റക്കി സംസ്ഥാനത്താണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്തു. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, ഇപ്പം ആരെങ്കിലും അവിടോട്ട് അപ്ലൈ ചെയ്താൽ, ഞാൻ ഒരു ടെസ്റ്റ് മണി കേട്ട ഇതാണ്, അവിടെ അഡ്മിഷൻ കിട്ടിയ ഒരാളുടെ അയാൾക്ക് മാത്സ് അറിയില്ലായിരുന്നു. മാത്സ് അറിയാത്തതിൻ്റെ പേര് അയാൾ എസ്സേയിൽ എഴുതി എനിക്ക് മാത്സ് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പോൾ അയാൾക്ക് ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കും കിട്ടും എന്നുള്ള ഇതിൽ ഞാനങ്ങ് എഴുതി പിടിപ്പിച്ചു, അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ചേരുന്നതായിരിക്കണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേയേറെ രാജ്യങ്ങൾ നോക്കി. യൂറോപ്പിൽ ഞാൻ നോക്കാത്ത രാജ്യങ്ങളൊന്നുമില്ല. സാൻ മെറിനോ, അതുപോലെ അൻഡോറയിലെ തന്നെ നഗരങ്ങൾ, അതുപോലെ ലക്സംബർഗ്, ബോസ്നിയ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും, ഫ്രാൻസും സ്പെയിനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറയാത്തതാണ്. ഇവിടെയൊക്കെ പല രാജ്യങ്ങളെല്ലാം ഞാൻ നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ചേരുന്നതൊന്നും ഞാൻ കിട്ടിയില്ല. പലതിലും ഭാഷ അവിടുത്തെ ആയിരിക്കും. നോർവേയിൽ ഞാൻ നോക്കി, നോർവേയിൽ നോർവീജിയനിലാണ്, ഫിൻലൻഡിലും ഒക്കെ എനിക്ക് ചേരുന്ന രീതിയിൽ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിത്വേനിയയിൽ, അപ്പോൾ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. അപ്പം എന്നെ ഇത് മുമ്പോട്ട് പോയാൽ ആര് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപ്ലൈ ചെയ്തു. ഏജൻസി ഒന്നും വഴിയല്ലായിരുന്നു ആദ്യം ഞാൻ മുമ്പോട്ട് പോയത്. കാര്യം എല്ലാം സെൽഫായിട്ട് ചെയ്ത് പോയി. അപ്പം അതിന് മുതിർന്നില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് ലിത്വേനിയയിലേക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് അവിടുന്ന് അഡ്മിഷൻ എനിക്കവർ തരാനത് ഇൻ്റർവ്യൂവിന് അവർ ഡേറ്റ് തന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചു, ജസ്റ്റ് പോയി. അപ്പോൾ അവരോടും ഇൻ്റർവ്യൂ എടുത്തപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു അവരോടല്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈ കൃപാസനത്തിലെ ഈ കാശ് രൂപം ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കും പോകുമ്പോൾ ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ കൈപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അവർ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സംശയം, ഇൻ്റർവ്യൂവിൽ ഞാൻ അത്രയും നന്നായിട്ടൊന്നും അല്ല ചെയ്തത്, എനിക്ക് കിട്ടുമോ, ഇത് നല്ലതാണ്, തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇമെയിൽ വന്നു, എനിക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി, ഇനി ഫീസ് അടയ്ക്കണം, അതുപോലെ വിസയുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം, ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് സമയം വളരെ താമസിച്ചു. അപ്പം ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇവിടുത്തെ വിസ നമുക്ക് എല്ലാം ഇപ്പം ന്യൂസിലൻഡിൻ്റെയും കാനഡയുടെയൊക്കെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആവും. പക്ഷേ എല്ലാ രാജ്യങ്ങളുടെ ഒന്നും നമ്മൾ അവരുടെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്കെല്ലാം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അത് ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വിസയ്ക്ക് ഇത് ചെയ്തു തരുന്ന ഏജൻസികളെ കണ്ടെത്തണം. അപ്പോൾ അതിന് പറ്റിയ നല്ല ഏജൻസികൾ ഞാൻ തപ്പി. അങ്ങനെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഹെൽപ്പിങ്, ഈ യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെ ഈ പ്രോസസ്സൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വിസയുടെ കാര്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ ഇത് കിട്ടാതെ ഞാൻ പലതും അന്വേഷിച്ചിട്ട് പലരും അതിന് റെഡി ആവുന്നില്ല. പലരും ഈ ആദ്യം തൊട്ടേ ആണെങ്കിൽ പിന്നെ അവർ റെഡി ആയാനെ. പക്ഷേ ഈ അഡ്മിഷനൊക്കെ എടുത്ത് യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പം അവരാരും അതിന് റെഡി ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഇതില്ലെങ്കിൽ എനിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സമയമില്ല, അതാണ് പ്രശ്നം. അവിടെ ക്ലാസ് തുടങ്ങുന്നു, അവിടെ നേരത്തെ പോകണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് പറ്റിയ ഒരു വിസ ആപ്ലിക്കേഷൻ ഏജൻസി, അപ്പോൾ എനിക്ക് അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ അവർ ചെയ്തു. അപ്പം വിസയുടെ ഇതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആക്സിഡൻറ്റിൽ ഞാൻ ആലോചിച്ച കാര്യമാണ്, വണ്ടിയിൽ വീഴുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു, എൻ്റെ കാര്യം എഴുന്നേറ്റ സമയത്ത് കാല് ഭയങ്കരമായിട്ട് നീര് വെച്ചു. ഞാൻ കാലൊടിഞ്ഞു എന്നാണ് വിചാരിച്ചത്.
അപ്പോൾ എന്നെ വണ്ടി ഇടിച്ച ആ ചേട്ടൻ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വിചാരിച്ച് ഇനി ഓപ്പറേഷനൊക്കെ ചെയ്യാനുള്ള ദൈവമേ, ഈ ഭയങ്കര നീര് വെച്ച്, സെക്കൻഡുകളുകൊണ്ട് ഭയങ്കര നീര് വെച്ച്, ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ജെഹോവ നിസ്സി ഫൈറ്റ്സ് യുവർ ബാറ്റിൽസ്, ജെഹോവ ജൈറ മീറ്റ്സ് യുവർ നീഡ്സ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ജെഹോവ റാഫ എന്നെ ഹീൽ ചെയ്യൂ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഹീൽ ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഓടിച്ച് ഒന്ന് ഓപ്പറേഷൻ എനിക്ക് വയ്യ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ എങ്ങനെയെങ്കിലും, അപ്പോൾ ജസ്റ്റ് ഇതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടിറക്കി. ആശുപത്രിയിൽ ഞങ്ങൾ ലാബിൽ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറിയ സ്ട്രെസ് ഫ്രാക്ചർ എന്നാണ് അതിന് പറഞ്ഞത്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഫ്രാക്ചറാണ്. കൂടുതലും എൻ്റെ ലിഗമെൻറ്റിനായിരുന്നു പ്രശ്നം സംഭവിച്ചത്, അസ്ഥിക്ക് പുറത്തുള്ള. അപ്പോൾ അതിൽ നിന്നൊക്കെ വേഗം സുഖമായി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ മാസമായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ വിസയ്ക്ക് ഞാൻ പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ. വിസയുടെ ആപ്ലിക്കേഷൻ എനിക്ക് BFSC കൊണ്ട് ഡൽഹിയിൽ പോകണം, അങ്ങനെയുള്ള യാത്രകളൊക്കെ വരുന്ന സമയത്താണ് ഈ പ്രശ്നം വന്നത്. പക്ഷേ അതിനൊന്നും എനിക്ക് തടസ്സം വന്നില്ല. അതൊക്കെ നന്നായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് വിസ വന്നു. ഇനിയിപ്പോൾ ഞാൻ പോയി വിസ വാങ്ങി ഞാൻ ആ വഴി യൂറോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവം ഇവിടെ വന്ന് ഞാനിപ്പം വന്നപ്പോൾ എനിക്കുള്ള ആത്മീയമായ മാറ്റങ്ങളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാര്യം ഞാൻ കുമ്പസാരത്തിൽ അതൊരു വളരെ വലിയ കീയാണ്. ദൈവത്തെ പരിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് വരും. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ നമുക്ക് വരും. അപ്പോൾ അത് ഞാനിവിടെ വന്നു കഴിഞ്ഞാണ്. കാര്യം ഞാൻ എൻ്റെ ചിന്തയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ. അപ്പോൾ കുമ്പസാരിക്കുന്നത് ഞാൻ അത്രയും വലിയ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ പറ്റി. ബൈബിൾ കുറച്ചുകൂടെ റീഡ് ചെയ്യാനൊക്കെ, ഞാൻ നേരത്തെ മുതൽ ബൈബിൾ റീഡ് ചെയ്യുമെങ്കിലും ഞാൻ കുറേ കൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റി. അപ്പോൾ അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ, എനിക്ക് ആത്മീയമായ വളർച്ചകൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഞാൻ മാർപ്പാപ്പയുടെ ഒരു കാര്യം കേട്ടത്, മാർപ്പാപ്പ പറഞ്ഞ ഇതാണ്, മേരി എപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് അവനിലേക്കാണ്, യേശുവിലേക്ക്. കാനയിൽ വെച്ച് ഈശോ ആളുകൾ മാതാവിൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ മാതാവ് ഈശോയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവ് നിങ്ങളെ പോയിൻ്റ് ചെയ്യുന്നത് ഈശോയിലേക്കാണ്, അവൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ പോയിൻ്റ് ചെയ്യുന്നത്. മാതാവിൻ്റെ ആംഗ്യം എപ്പോഴും അതായിരുന്നു. മാതാവ് തന്നിലേക്ക് തന്നെ അല്ലായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നത്. നിങ്ങളും നിങ്ങൾക്കറിയാവുന്നവരെ ഈശോയിലേക്ക് മാതാവിനെ പോലെ പോയിൻ്റ് ചെയ്യണം. ഈശോയിലേക്ക് നിങ്ങളവരെ കോമ്പസ് ചെയ്ത് വിടണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എനിക്ക് ലഭിച്ച അനുഭവ സാക്ഷ്യം. ദൈവം ഇവിടുന്ന് നൽകിയ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഓരോ ഉടമ്പടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളാണ് അനുഭവം. അതിൽ ഈ മകന് ഏറെ പ്രത്യേകിച്ച് അവന് മനസ്സിലായ ഒരു കാര്യം കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ നമ്മൾ ഒരു ക്ലാസ് എടുത്തു കൊടുത്താലോ കുറേ പ്രസംഗം കേട്ടാലോ ഒന്നും ബോധ്യതലത്തിൽ വരണമെന്നില്ല. അപ്പം ഈ മകൻ ഓൾറെഡി അവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാവാം ഒന്ന് ദൈവവുമായിട്ട് അടുപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യത വളരെ എളുപ്പമാണ്. അപ്പം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മളൊരു പ്രോപ്പർ ചാനലിങ് ആവശ്യമുണ്ട്. ഈ ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ചാനലിലേക്ക് നമ്മളെ ഇത് തള്ളിയിടും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോകും. അതിലൊന്ന് എന്ന് പറയുന്നതാണ് കുമ്പസാരം. അത് വിശുദ്ധിയോടുകൂടെ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ 2 വചനവായന, അത് രണ്ടും ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അത് രണ്ടും കൂടുമ്പോൾ പിന്നീട് വിശുദ്ധ ബലി, ഒരു ക്രിസ്തീയ വിശ്വാസത്തിലെ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക്. അപ്പം ഇങ്ങനൊരു പ്രോപ്പർ ചാനലിലേക്ക് ദൈവം നമ്മൾ ഒരുക്കുമ്പോഴേക്കും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ മകൻ സാക്ഷ്യം തുടങ്ങുമ്പോഴൊരു മഴവില്ലെന്ന് പറഞ്ഞ് തുടങ്ങുന്നു, പിന്നെ അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് പോകുന്നു, അച്ഛന്മാരുടെ ടോക്കുകളൊക്കെ കേൾക്കുന്നു. അവിടെയൊക്കെ ദൈവം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്താണ് ദൈവത്തിൻ്റെ, എന്താണ് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് +2 ജയിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ വന്ന്, പക്ഷേ ഉള്ളിൽ എന്തോ ദൈവം ജീവിതത്തിൽ നടത്തും എന്നുള്ളൊരു ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിനൊക്കെ ഒരു 3-4 സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത്. കാരണം ദൈവം നമ്മളോട് സംസാരിച്ച വചനം ബൈബിളിലാണുള്ളത്. ബാക്കി എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നാകണമെന്ന് നിർബന്ധമില്ല. വചനം വായിച്ചു തുടങ്ങുമ്പോൾ, അത് അരമണിക്കൂർ വരെ വായിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് വളരെ എളുപ്പമാണ്. ഓർത്ത വചനങ്ങൾ നിങ്ങളിവിടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇവിടെ ബൈബിൾ എന്തെന്ന് പോലും അറിയാത്ത അക്രൈസ്തവരുടെ സാക്ഷ്യത്തിൽ ദൈവം അവർക്ക് വചനം പോലും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ മകന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അവൻ തന്നെ പറയണുണ്ട്, ഒരുപാട് പാടുപെട്ടാണ് കുമ്പസാരിക്കാനും പോയതും. അപ്പോൾ ഇവൻ്റെ കഷ്ടപ്പാടുകളും കുഞ്ഞു കുഞ്ഞെടുക്കുന്ന ത്യാഗങ്ങളും ദൈവം കണ്ടു, അവന് ആഗ്രഹിച്ചതുപോലെ. അതിൽ അവസാനം ഒരു അടിയുറച്ചൊരു വിശ്വാസമാണ്. അപ്പം അവൻ ഇപ്പോൾ ഒരു 19-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ 20 വയസ്സിലുള്ള ഇവൻ ആദ്യം പറഞ്ഞതുപോലെ, ആദ്യം വന്നപ്പോൾ ഒരുപാട് നിയോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ വന്നപ്പം ദൈവം വിളിച്ചാൽ വിളി കേൾക്കും എന്നുള്ള അനുഭവമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഈ ഒരു യൗവനത്തിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം സത്യമാണെന്നും ജീവിക്കുന്നുണ്ടെന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവസാനം പാപ്പയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നവർക്ക് ദൈവം ഇങ്ങനെയുള്ള വലിയ അനുഭവങ്ങൾ നൽകും. ഇങ്ങനെ ആരും വ്യാപൃതരാകാത്തവരെയാണ് നമ്മൾ ഉടമ്പടിയിൽ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് ദൈവത്തിന് വേണ്ടി ഒരുപാട് പേരെ നേടുവാനായിട്ട് ആത്മീയമായിട്ട് ഇവൻ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.